അസ്സലാമലൈക്കും. എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ വിഷമമാണ് മക്കളുടെ അനുസരണക്കേട്. ചീത്ത കൂട്ടുകെട്ടുമായി നടക്കുന്നവർ, എന്ത് പറഞ്ഞാലും ദേഷ്യം കാണിക്കുന്ന മക്കൾ. ഇതുപോലെയുള്ള മക്കളെ നന്നാക്കാനും വഴിപിഴച്ചു പോവാതിരിക്കാനും മക്കൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരാവാനും പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട് അത്ഭുതകരമായ പ്രാർത്ഥന. ഇൻഷാ അല്ലാഹ് ഈ മാർഗം നമ്മൾ എല്ലാവരും സ്വീകരിക്കണം, പതിവാക്കണം. അത് എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല തന്ന ഏറ്റവും വലിയ നിയമത്താണ് നമ്മുടെ മക്കൾ. പക്ഷേ പല രക്ഷിതാക്കളും മക്കളുടെ വിഷയത്തിൽ വലിയ വേദനയിലാണ്. ലഹരിയും മദ്യപാനവും മയക്കുമരുന്നുമായി കടന്നുപോകുന്ന ഇന്നത്തെ സമൂഹത്തിലെ മക്കൾക്ക് നാം നേർവഴി പറഞ്ഞാലും കാട്ടിയാലും അവർ നമ്മെ അനുസരിക്കാൻ തയ്യാറല്ല. മക്കൾ അറിയാതെ അവരെ നല്ലവരാക്കാൻ നാം രക്ഷിതാക്കൾ ഖുർആനിലൂടെ ആത്മീയ പരിഹാരം തേടണം. അല്ലാഹു നമുക്ക് തന്ന മക്കൾ, ആ മക്കൾ ആത്മീയതയിലൂടെ ജീവിക്കുമ്പോൾ വിശ്വാസികളായ രക്ഷിതാക്കൾക്ക് അതൊരു വല്ലാത്ത സന്തോഷമായിരിക്കും. മക്കൾ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാവാൻ നാം മാതാപിതാക്കൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. 1. അവർക്ക് മതവിദ്യാഭ്യാസം നൽകുക. 2. 5 വക്ത് നിസ്കാരത്തിനും ചെറുപ്പം മുതലേ അവരെയും ശീലിപ്പിക്കുക. 5 വക്ത് നിസ്കാരത്തിന് മക്കളെ പ്രാപ്തരാക്കണം. ഖളായില്ലാതെ ഒരു കുട്ടി 5 വക്ത് നിസ്കരിക്കാൻ തുടങ്ങിയാൽ അവൻ ദീന് വിട്ട് പോവില്ല, ലഹരിയിലേക്ക് പോവില്ല, മറ്റുള്ള തിന്മയിലേക്ക് പോവില്ല. ഇത് ഖുർആനിൻ്റെ ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ മക്കളെ നമുക്ക് നന്നാക്കിയെടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന നമുക്കും പതിവാക്കാം. റബ്ബി ജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഹാജറ ബീവിയുടെ ത്യാഗവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയും അവരുടെ മാതൃകയും നിറഞ്ഞതാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുക. 5 വക്ത് നിസ്കാര ശേഷവും പതിവാക്കുക. പ്രാർത്ഥന അല്ലാത്ത സമയത്തും എണ്ണം പിടിച്ചും, അതായത് 111 തവണ, 313 തവണ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. ഈ അത്ഭുതകരമായ പ്രാർത്ഥനയുടെ നമ്മുടെ മക്കൾ നന്നാവും ഇൻഷാ അല്ലാഹ്. ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ മക്കൾ അനുസരണയുള്ളവരാകും, നമസ്കരിക്കുന്നവരാകും. അവർ തിന്മയിലേക്ക് പോവില്ല, ലഹരിയിലേക്ക് പോവില്ല. നമ്മുടെ മക്കൾ 100% നന്നായിരിക്കും. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളായിത്തീരും. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.